പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ 29 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ അടുത്ത് വീട് വെച്ചു, പക്ഷേ പാറയിൽ വെള്ളം കുത്തി നോക്കിയിട്ട് വെള്ളം കിട്ടണില്ല.
പക്ഷേ വെള്ളമുള്ള ഒരു സ്ഥലം കാണാത്തത് കൊണ്ട് കൃഷി ഇറക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രകൃതി കനിഞ്ഞു നൽകേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും അതിൻ്റെ പേരിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുന്ന മക്കളെ അമ്മേ, നോട്ട് ബൈ മെഡ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ കൃപ കൊണ്ട് ഏതെല്ലാം മേഖലകളിൽ വീണ് കിടക്കുന്നുണ്ടോ ജീവിതം, ഏതെല്ലാം മേഖലകളിൽ തടഞ്ഞു നിർത്തപ്പെടുന്നുണ്ടോ ജീവിതം, പലതരത്തിലുള്ള ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനൊക്കെ പോയിട്ടെങ്കിൽ നീന്തി കയറാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയോടും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയോടും ചേർന്നുകൊണ്ട് ഇന്നത്തെ എല്ലാ മനുഷ്യരെയും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളുടെയും വേദനകളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും കർത്താവിൻ്റെ നാമം നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിത്യപിതാമ്പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം അഭിജിത്ത് കൃഷ്ണൻ എന്നും പറഞ്ഞൊരു മകൻ നമ്മുടെ അടുത്താറേ ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവൻ ആദ്യം വന്നപ്പോൾ കുറേ പാട്ടാണ് പാടിയത് ക്രിസ്തുവിൻ്റെ. അത് വളരെ സന്തോഷത്തോടെ ലയിച്ചാണ് പാടണത്. പാടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ കുറേ ദൈവാനുഭവങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സ്പർശിച്ചത് അവൻ്റെ ദൈവാനുഭവങ്ങളെക്കാൾ ഉപരി കേരളത്തിലെ 33 നഗരസഭകളിൽ ഞാൻ പോയി കർത്താവിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടെന്നാണ്. അവിടെ ആൾക്കാരോട് സംസാരിക്കുകയോ ഈ കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കുകയോ ചെയ്താണ്. ശരിക്കും ചില ആൾക്കാരൊക്കെ എങ്ങനെ ഇപ്പം ഈ പീഡിയ കച്ചവടക്കാരൊക്കെ ഉടമ്പെടുത്തിട്ടേ അവർ പത്രം കൊണ്ടുപോകും. അവരെന്താ ചെയ്യണമെന്നറിയാം, അംഗവും കാണാൻ താളിയും പറിക്കാന്ന് പറഞ്ഞാൽ നെയ്യപ്പം തിന്ന കണ്ടുകൊണ്ട് കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അവിടെ കടയിൽ പിണ്ണാക്കും ശർക്കരയും അരിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നവർക്കെല്ലാം അവിടെ നിന്നുകൊണ്ട് കൈ നനയാതെ മെയ് നനയാതെ ഓരോ പത്രം കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ പത്രപ്രസവം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോഴും ഓർക്കേണ്ടത് ഈ അഭിജിത്ത് കൃഷ്ണൻ്റെയൊക്കെ കൂടെയാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യണമെന്ന് ഓർക്കണം. പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കാപട്യങ്ങളെല്ലാം ഇതുപോലെയുള്ള വലിയ ധീരരായിട്ടുള്ള വേദസാക്ഷികൾ തകർത്തുകളെ. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി മെയ്യനങ്ങാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ദൈവത്തിന് ഏതെല്ലാം രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതനുസരിച്ചൊക്കെ ചെയ്ത് അനുഗ്രഹത്തിനാണ് വലിയ മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പം അത് നമുക്കറിയാം, ദൈവത്തിനും അറിയാമത്. അതുകൊണ്ട് തന്നെ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നമ്മൾ കോമ്പറ്റ് ചെയ്യണത് ഇതുപോലെയുള്ള ആൾക്കാർ. ഈ അഭിജിത്ത് കൃഷ്ണൻ പറഞ്ഞ വേറൊരു സാക്ഷിയുണ്ട്. ഞാൻ ഒരു ബസ്സിൽ കയറുമ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുകയായിരിക്കും, ഞാൻ വെറുതെ ബസ്സിൽ നിന്നൊരു പാടും, കർത്താവിൻ്റെ പാട്ടുകളൊക്കെ പാടുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്ന നല്ല പാട്ടാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരോട് ബസ്സിൽ വെച്ച് ക്രിസ്തുവിനെക്കുറിച്ച് പറയും. ഞാനിത് കേട്ടിട്ട് എനിക്ക് തന്നെ ചമ്മൽ വന്നു. ഞാനൊരിക്കലും ക്രിസ്തുവിനെ ബസ്സിൽ വെച്ച് സംസാരിച്ചിട്ടില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല ബസ്സിൽ വെച്ച് ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കും. അതിൻ്റെ അഭിഷേകം കിട്ടിയിട്ടുള്ളത് വേണേൽ പറയാം, എളിമയോടെ സമ്മതിക്കാതിരിക്കാൻ നിവർത്തിയില്ല. പക്ഷേ ഈ മനുഷ്യൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് എന്നാ ശരിക്കും പറഞ്ഞാൽ ആര് പറഞ്ഞു കൊടുത്തു? ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ആൾക്കാരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുകയോ മോട്ടിവേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ഞാൻ ഉടമ്പടി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കും ആൾക്കാരോട്. പക്ഷെ ചില ആൾക്കാർ നമ്മളെ 1 മൈൽ പോകാൻ പറയുമ്പോൾ അവർ 10 മൈലാണ് പോണത്. അതാണ് വിഷയം. കർത്താവ് പറഞ്ഞിട്ട് 1 മൈൽ പോകാൻ പറയുമ്പോൾ 2 മൈൽ പോയാൽ മതി എന്നാണ്. ഇതങ്ങനെയല്ല. ചില ആൾക്കാർ 20 മൈൽ പോകും. പക്ഷെ അവർക്ക് അതിനുള്ള അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതാണ് വിഷയം. നല്ല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ നമ്മളെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഭയങ്കരമായ ചിലക്ക് ദൈവസ്നേഹം അല്ലല്ലോ ഉടമ്പടി എടുക്കുമ്പോൾ, വസ്തുസ്നേഹം, വ്യക്തിസ്നേഹം അല്ലേ. ചില ആൾക്കാരൊക്കെ ആരെങ്കിലും ലവർമാരെ കല്യാണം കഴിക്കാനുള്ളവർ കല്യാണം കഴിക്കാൻ വേണ്ടി കർത്താവിന് പണി കൊടുത്തുവെച്ച് ഉടമ്പടി എടുക്കും. പുള്ളിക്കാരത്തി അല്ലെങ്കിൽ വിചാരിക്കുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് എഴുതിയിട്ടും പോകും. നമ്മളറിയത്ത് പോലും ഇല്ലേ. അപ്പം അങ്ങനെയുള്ള ഉടായ്പ പാർട്ടികളുണ്ട് ശരിക്കും. എന്നിട്ട് എന്താ വിഷയം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും എഴുതാൻ പാടില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ കണ്ണിൻ്റെ ദുരാശ കൊണ്ട് കണ്ടുപിടിച്ച ആൾ
അയാളെ ദൈവം നിങ്ങൾക്ക് ഒപ്പിച്ച് തരണമെന്ന് ദൈവം എന്ന ഏജൻസി പ്രേമിച്ച് നടക്കുന്നവരുടെ ഏജൻസിയാണ്. അപ്പം നിങ്ങളുടെ പഴയ ഫയലുകൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങളൊരു ഫ്രോഡാണെന്നുള്ളത്. കാര്യം ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ, അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയണത്. അങ്ങനെ കുഷ്ഠരോഗികൾ പോലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയണത് എനിക്ക് മനസ്സാകുന്നു എന്ന് പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ഉടമ്പടി ചെയ്താലും അത് ഇപ്സഫാക്ടോ അണ്ടർസ്റ്റുഡാണ്. എന്താണ് അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എടുത്തേ വചനം എടുത്തേ. മത്തായി 8:2. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ഭയങ്കര, ഞാനത് എപ്പോഴും ഇടയ്ക്ക് എൻ്റെ തലയിൽ വരുന്ന ഒരു സംഭവമാണ്. ഈ കുഷ്ഠരോഗി ഭയങ്കര വിജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ കുഷ്ഠരോഗി അയാളെ സഹായിക്കാനോ സന്ധിക്കാനോ അയാൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനോ പോലും യോഗ്യതയില്ല. ഇവർക്ക് മണിയടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അവർ വന്നത് കണ്ട അവർ സ്വന്തം അവർക്കൊരു മണി കൊടുത്തിട്ടുണ്ട്. സമൂഹം കൊടുത്തതല്ല, അവർ കലക്ക് കാശ് കൊടുത്ത് മേടിച്ചതാണ്. അത് അടിക്കണം, തങ്ങൾ കുഷ്ഠരോഗിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുഷ്ഠം വന്നാൽ ഇവർ വഴിയിട്ടടിക്കും നാട്ടുകാർ. അങ്ങനെ ഒരു ജന്മമാണ് ആ കുഷ്ഠരോഗത്തിൻ്റെ ജന്മം. അവർക്കത് യാചിക്കുവാൻ പോലും അർഹതയില്ലെങ്കിലും അത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. കർത്താവേ നിൻ്റെ അടുത്ത് യാചിക്കാൻ പോലും എനിക്ക് അർഹതയില്ലെന്ന് എനിക്കറിയാം. 7:7 ഒരു ശതാധിപനുണ്ട്. അയാളെ കർത്താവിനെ കാണുമ്പോൾ പറയണ വർത്താനം കേട്ടാണ്, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം അത് ആ വിചാരം തന്നെ ഒരു എളിമയാണ് അദ്ദേഹത്തിന്. ഇപ്പം നീ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവതിരുസന്നിധിയിൽ എത്ര നീ വിശുദ്ധനാണെങ്കിലും, എത്ര നീ സൽപ്രവർത്തികളും കൃപാവര പ്രവർത്തികളും കൊണ്ട് നീ കോമ്പറ്റൻ്റ് ആണെങ്കിലും, ദൈവത്തോട് സംസാരിക്കാൻ കഴിയണത് ദൈവം തന്നൊരു യോഗ്യതയെ കരുതിക്കൊണ്ട് എളിമപ്പെട്ട് പ്രാർത്ഥനയിൽ അത് വേണം. അതാണ് കുഷ്ഠരോഗിയും പറയണത്, അങ്ങക്ക് മനസ്സാകുന്നെങ്കിൽ. എനിക്ക് വേണ്ടി ആരും മനസ്സാകുന്നില്ല. അയാളുടെ മെയിൻ സംഭവം അതാണ്. അയാളുടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരാരും അയാളുടെ കാര്യത്തിൽ മനസ്സാകുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞ് കേട്ടു, കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ കാര്യത്തിൽ ആരെല്ലാം മനസ്സാകുന്നില്ലെങ്കിലും ചിലപ്പോൾ ഈശോ മനസ്സാകുമെന്ന് തോന്നിയിട്ട് ആ ഒരു വിശ്വാസത്തിലാണ് അയാൾ ചോദിക്കുന്നത്, കർത്താവേ ആർക്കും എൻ്റെ മേലൊരു മനസ്സില്ല, പക്ഷേ അങ്ങക്ക് മനസ്സുണ്ടായതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സുഖം പ്രാപിക്കും. അപ്പോൾ വിശ്വാസമാണതിൻ്റെ അകത്ത്. പിന്നെ തൻ്റെ എളിമപ്പെടലും. ഈ ശതാധിപനും ആ ടൈപ്പാണ്. അങ്ങയെ നേരിട്ട് കാണുന്നത് പോലും യോഗ്യതയില്ലെന്ന് ഞാൻ കരുതിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴെന്താ ശതാധിപൻ ഈശോ അപ്പം തന്നെ അവൻ്റെ കൂടെ പോയെന്നാണ് പറയണത്. കുഷ്ഠരോഗിയുടെ എന്താ പറയണത്, എനിക്ക് മനസ്സാകുന്നു, നീ സൗഖ്യമുണ്ടാകുക. കണ്ട, കർത്താവിൻ്റെ ഹൃദയത്തെ ഇവർ രണ്ടുപേരും ഇങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ കർത്താവിൻ്റെ ഹൃദയത്തെ വിശ്വാസികളിലേക്ക് തിരിക്കണ കണ്ടില്ലേ. അതായത് ഈ തിരിക്കണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ യോഹന്നാൻ മാന്താരുടെ ജനത്തെക്കുറിച്ച് പറയണത്, അവൻ പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിക്കുമെന്നാണ്. ലൂക്ക 1:17 പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുമ്പേ പോകും. ഇതിന്റെ വിഷയം എന്ന് വെച്ചാല് ഇതുപോലെ തന്നെയാണ് തിരിച്ചു വരണത്. ഇപ്പം പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് കൊണ്ടുവരാൻ, അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. അപ്പം
ഇതുപോലെ ഒരു കൗണ്ടർ തിരിച്ചു കൊണ്ടുവരവാണ് എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തെ മനുഷ്യരിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഈ കുഷ്ഠരോഗിക്കും കഴിയുന്നുണ്ട്, അതുപോലെ തന്നെ ശതാധിപനും കഴിയുന്നുണ്ട്. അതെങ്ങനെ കഴിയണം? അവരുടെ വിശ്വാസത്തെ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എളിമപ്പെട്ടിട്ടാണ് അവരത് അപ്രൈസ് ചെയ്യണത്. അപ്പോൾ ദൈവദർശനം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ബോധം, എളിമയുടെ ബോധം ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് തീർച്ചയായിട്ടും നമ്മളിലേക്ക് തിരിഞ്ഞു വരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.